വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ എങ്ങോട്ടാ? അതെ, ഞങ്ങൾക്ക് എക്സ് സർവീസുകാർക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഈ വേഷത്തിലോ? ആ, ഇന്ന് ഞങ്ങളുടെ കേരള പിറവി ആഘോഷമാണ്. അത് നവംബറിലല്ലേ? അതെ, പക്ഷെ ഞങ്ങൾക്ക് പട്ടാളക്കാർക്ക് എപ്പോ വേണേ ആഘോഷിക്കാം, അങ്ങനെ ഒരു നിയമമുണ്ട്. ഓ, ഈ പച്ച ഷർട്ട് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു. കമലയും പച്ച ഡ്രസ് തന്നെയാണ് അല്ലേ? അതെ, നിനക്ക് എങ്ങനെ മനസ്സിലായി? 1000 കണ്ണിൽ തൊഴാൻ പോവാ. ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീയാണെന്ന്. എന്നാ പിന്നെ നിന്നെ ഒന്ന് ടെൻഷൻ ആക്കണമല്ലോ, വെറുതെ ചുമ്മാ. കല്യാണം നിങ്ങൾക്ക് പറ്റിപ്പോയതാ അല്ലേ ഏട്ടാ? ഈ ആണുങ്ങളൊക്കെ കണക്കാ. അവള് പറഞ്ഞത് ശരിയാ. ആരെ? പുഷ്പവല്ലി. അവിടെ നിന്നാണോ ട്യൂഷൻ? എങ്കിൽ കുട്ടി പാസ്സായത് തന്നെ. അമ്മയാരാണെന്ന് തിരിച്ചറിയാനുള്ള രഹസ്യം ആ പെട്ടിക്കകത്തുണ്ട്. പക്ഷെ അവളത് കണ്ടില്ല. ഒന്ന് വലിച്ചു വിട്ട ശ്വാസം. ശ്വാസം വിട്ടോണ്ടല്ലേ ഇരിക്കുന്നു. അയ്യോ, അത് സാധാരണ വിടുന്നത്. ഇതേ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടെ. ഏയ്, തനിക്കിപ്പോ എന്താ വേണ്ടത്? സാർ ശ്വാസം ഒന്ന് ഇരുത്തി വലിച്ചു വിട്ടെ. ഇത് അവസാനത്തേന് കേട്ടാ. സാറിന്റെ ഭാര്യ പെട്ടിക്കിടക്കെ കേട്ട് വന്നു നിൽക്കണ്. എവിടെ? ഇനി ഞാനിവിടെ ചേട്ടന്റെ കൂടെ തന്നെയാ. അത് കലക്കി. അലക്കിട്ടൊക്കെ എടുത്തു വെക്കണം. എന്നെ സന്തോഷിപ്പിച്ച് കൊല്ലു. കേറി വാ. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഞാൻ അവിടെ ചേട്ടൻ ഇവിടെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ 4ാമത്തെ കണ്ടീഷൻ എങ്ങനെ നടക്കും? 4ാമത്തെ കണ്ടീഷൻ? എന്നെ എത്രയും പെട്ടെന്ന് എന്നാലും അതെന്തായിരിക്കും ഈ 4ാമത്തെ കണ്ടീഷൻ? ഇനിയിപ്പോ റിമി ടോമിയുടെ ഗാനമേളയൊക്കെ കൊണ്ടുപോകാനായിരിക്കും. നസീറ പറ. പിന്നെ 7 മണിക്ക് ചുങ്കത്തലയുടെ പ്രമോ കാണിച്ചു തുടങ്ങാം. ഞാൻ ഒന്ന് കാണട്ടെ, വിളിക്കാം. മനുഷ്യ മനസ്സുകളുടെ സങ്കീർണതകളിൽ നിന്ന് ആത്മാക്കളുടെ ആത്മാവ് തേടി ജയദേവൻ ചുങ്കത്തല. ഇത്രയും കാലം മനുഷ്യരെ പഴപ്പിച്ചു, ഇനി പ്രേതത്തെയും പഴപ്പിക്കും. സാറിന്റെ സീരിയലൊക്കെ ഞാൻ കാണാറുണ്ട്. വളരെ സൂപ്പർ ആയിട്ടുണ്ട് സാർ. ഓ, താങ്ക് യു. ചേട്ടാ യെസ്. മഞ്ഞ. ഹായ്, എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടന്റെ ബ്ലൂ. ഓക്കേ. ഹലോ ജയദേവൻ. ഹായ്. ആരാ ഏട്ടാ ഇത്? ഇത് അപർണ, വലിയ പത്രപ്രവർത്തകയാ. അതെ, നമ്മൾ തമ്മിൽ പിരിയാൻ പോകുന്നു പത്രത്തിലൊരു വലിയ വാർത്ത കൊടുത്തില്ലേ, അത് ഈ ചേച്ചിയാ. ആണോടി? നീ ഞങ്ങളെ തമ്മിൽ പിരിക്കോടി? അന്നങ്ങാനും ഇവിടെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കി പൊന്നു മോളെ മോന്തി അടിച്ച് പൊളിച്ചേനെ. പുഷ്പല്ലേ, സൂക്ഷിച്ച് സംസാരിക്കണം. അവളുടെ ഒരു ചപ്പിയ മുടി, കറുത്ത ജീൻസും. നീ ഞങ്ങളെ തമ്മിൽ പിരിക്കോടി? സത്യത്തിൽ എന്റെ ചേട്ടനോട് നിനക്ക് അസൂയല്ലേ? ജയദേവൻ, എന്താ ഇത്? പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയടി. എടി, നിന്റെ ഭർത്താവ് എപ്പോഴെങ്കിലും നിന്നെ കുട്ടാന്ന് വിളിച്ചിട്ടുണ്ടോ? പൊന്നെന്ന് വിളിച്ചിട്ടുണ്ടോ? ചക്കരന്ന് വിളിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കടി. എന്റെ ചേട്ടൻ എന്നെ അങ്ങനെ മാത്രമേ വിളിക്കുള്ളൂ, അല്ലേ ചേട്ടാ? ചേട്ടാ, ഇവളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഇപ്പൊ കുട്ടാന്ന് വിളിക്കാം. ഇവള് കേക്കട്ടെ? അത് വേണം. വിളിക്ക്. എന്താ ചേട്ടാ? കേട്ടോ കുതിരവാലി? ഹലോ മാഡം. പോവാതെ മാഡം. ഇനി നീ ഞങ്ങളെ പറ്റി എങ്ങാനും എഴുതിയാ പിന്നെ നിന്റെ കൈ ഞാൻ വിട്ടു. പറഞ്ഞിട്ട് മതിയാണില്ല ചേട്ടാ. റേറ്റിംഗിന് വേണ്ടി നമുക്ക് ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ പ്രതികരിക്കുമ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള ചങ്കൂറ്റം കൂടെ വേണം. ഇത്തിരി ധൃതിയുണ്ട്, പോട്ടെ. നീയൊക്കെ അരുന്ധതിയുടെ പ്രമോ കണ്ടാടേ? ബ്രഹ്മാണ്ടമായിരിക്കുന്നു. ഇല്ല, അവൻ പൊളിച്ചടിക്കൊണ്ട് പോവോ? നീയൊക്കെ രാവിലെ മുതൽ ഇവിടെ ഇരുന്ന് വരയ്ക്കണല്ലാതെ ഒരു പിണ്ണാക്ക് നടക്കണില്ല.
ஏசிட்டு இരിക്കുകയാണ്. ப்ரமோலாம் அசால்ட் மேட்ரு சார், பிரமாதமா பண்ணலாம். ஆனா ஒவ்வொரு எபிசோடும் மிரட்டலா இருக்கணும். மிரட்டலான்னு പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. அந்த எழுத்தாளரை உங்களுக்கு தெரியாது. அவனோட பேனா மலையாளி பெண்களோட மனசுக்குள்ள இருக்கு. ജയദേവൻ ചുങ്കത്തറ എന്ന പേരെഴുതി കാണിച്ച ചാനൽ മാറ്റത്തില്ല പെണ്ണുങ്ങള്. ഞാനൊരു ഐഡിയ പറയട്ടെ. ഓ, അവർക്ക് മുമ്പ് നമുക്കൊരു പ്രേതത്തെ ഇറക്കി കളിച്ചാലോ? നാളത്തെ എപ്പിസോഡിൽ തന്നെ ഇടിച്ചങ്ങ് കയറ്റാം. அது பிரமாதம் சார். നീയെ കൂടെ എന്നെ കട്ടപ്പുറത്ത് കയറ്റുവടേ. ഓരോ ഐഡിയയും കൊണ്ട് വന്നിരിക്കുന്നു. ഡേ, മലയാള മെഗാ സീരിയലിൽ ജയദേവൻ ചുങ്കത്തറ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു വിജയ ഫോർമുലയുണ്ട്. അത് മാറ്റി കളിക്കാനൊന്നും തൽക്കാലം മക്കൾ വളർന്നിട്ടില്ല. ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ. അവൻ ഇട്ട് വെച്ചിരിക്കുന്ന ബേസിൽ നിന്നും ഒരു 10 അടി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് പറ്റണം. നമുക്ക് ശ്രമിക്കാം സാർ. ശ്രമിച്ചാ പോരാ, ചെയ്യണം, ജയിക്കണം. എനിക്ക് ജയിച്ചേ പറ്റൂ. ഓക്കെ, അപ്പുറത്ത് സെറ്റ് ചെയ്തു. നന്നായിരുന്നു. ഇത് പിടിച്ചു. യെസ്. ഹലോ. നമസ്കാരം. നമസ്കാരം സാർ. അതെ, ഞാൻ സ്റ്റുഡിയോന്നാ വരുന്നത്. എങ്ങനെയുണ്ട്? കാലക്കില്ലേ വന്നേ. ആഹാ, നീ ഇതിലും ഉണ്ടല്ലേ? അയ്യോ ആഹാ. ഹലോ, ഒരു മിനിറ്റ് ഒന്ന്. വാ, നിന്റെ വിധി. വാടോ. ഞാനും ചേട്ടൻ ഇപ്പൊ സ്റ്റുഡിയോയിൽ നിന്ന് വരുന്ന വഴിയാ. എടുത്ത സീനൊക്കെ കണ്ടു കേട്ടോ. ഒട്ടും നന്നായിട്ടില്ല. തന്റെ അഭിനയം പോരാ, താൻ ഡയലോഗ് പറയുന്ന രീതി ശരിയായിട്ടില്ല. ഓക്കെയാന്ന് അവര് പറഞ്ഞു. ഡയറക്ടർ സാറൊക്കെ അവർക്ക് എന്തറിയാം? ഇതിനകത്ത് നീ ഏതാ എടുക്കാനുള്ളത്? ഇത് ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്ത അതേ ഡയലോഗ് ഇതെന്നെ ഒന്ന് ചെയ്ത് കാണിക്ക്. എന്താ? ഇതെന്നെ ഒന്ന് ചെയ്ത് കാണിക്ക്. ആക്ഷൻ. ഒരു കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുമ്പോ അമ്മയുടെ ഹൃദയം സന്തോഷം കൊണ്ട് പൂത്തു വിടരും. ഇങ്ങനെ പറഞ്ഞോണ്ടല്ലോ ആന മുട്ട കിട്ടും. പിടി, ഞാൻ കാണിച്ചുതരാം. ഒരു കുഞ്ഞിനെ അമ്മ താരാട്ട് പാടി ഉറക്കുമ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് പൂത്തു വിടരും. മനസ്സിലായോ? ആക്ഷൻ. ഒരു കുഞ്ഞിനെ അമ്മ താരാട്ട് പാടി ഉറക്കുമ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് പൂത്തു വിടരും. എന്താ ഇവര് കാണിക്കുന്നു? നിങ്ങൾ എന്തായി കാണിക്കുന്ന? ചവിട്ട് നാടകോ അല്ല ആക്ഷൻ സോങ്ങോ? സാറിന്റെ ഭാര്യ പഠിപ്പിച്ചു തന്നതാ. ആ